ഞാനൊരു സാധനത്തിൻ്റെ പുല്ലിംഗം പറയും, അതിൻ്റെ സ്ത്രീലിംഗം, അല്ലെങ്കിൽ ഓപ്പോസിറ്റ്, ഞാൻ സ്ത്രീലിംഗം പറയും അല്ലാണ്ട് പുല്ലിംഗം പറയണം. അവൻ, അവൾ. ഓക്കെ. മാതാ, പിതാ, നായകൻ, നായിക, പക്ഷി, പക്ഷൻ. പക്ഷനോ? ഇല്ല, അങ്ങനെ ഒരു വേർഡില്ല. ഉണ്ട്. ഇല്ല, പക്ഷനില്ല, സമ്മതിക്കില്ല. പക്ഷനുണ്ട്. ജഡായു എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ജഡായു എന്താണ് രാമായണത്തിലെ ജഡായു എങ്ങനെയാണ് അറിയപ്പെടുന്നത്? കുടുങ്ങിയ ദൈവമേ ഞാൻ. ജഡായു അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ജഡായു പക്ഷി. പക്ഷൻ, പക്ഷനെ വെട്ടിക്കൊന്നു. ആ ശ്ലോകം തന്നെ ഉണ്ട്. പക്ഷി എന്ന് പറഞ്ഞിട്ട് ഇവിടെ പക്ഷിണി എന്നാണ് എഴുതിയിട്ടുള്ളത്. അതല്ല ഷോ പ്രൊഡ്യൂസർ. പക്ഷൻ. ജഡായു ആരാണ് പറ? ജഡായു മറ്റേ പരുന്ത്. പരുന്താണോ ജഡായു? പരുന്തല്ലേ? പരുന്നല്ലേ? അതെ. ജഡായു പരുന്തല്ല. എന്താണ് ജഡായു? ജഡായുവിന് ആരാ വെട്ടുന്നത്? എനിക്ക് മിത്തോളജി വലിയ പിടിയില്ല. ഇത് മിത്തോളജി അല്ല. മിത്തോളജി അല്ല, ഇത് പുരാണം, രാമായണത്തിലെ ഇതാണ്. അതിൽ ഒരു ശ്ലോകം തന്നെ ഉണ്ട്, ഈ പക്ഷൻ എന്നാണ് അതിൽ പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ലേഖകൻ. ലേഖകൻ, ലേഖിക. കറക്റ്റ്. രക്ഷകൻ. രക്ഷക. രക്ഷക എന്നാണ് എല്ലാരും പറയാന്നാണ്, രക്ഷിക എന്നാണ് പോലും. രക്ഷിക എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ സംസാര ഭാഷയിൽ നമ്മൾ രക്ഷക എന്നേ പറയൂ. ഓക്കെ. ഗായകൻ. ഗായകൻ, ഗായികയായിരിക്കും. ഗായിക, കറക്റ്റ്. അഹങ്കാരി. അഹങ്കാരൻ. അങ്ങനെ ഒരു വേർഡില്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ നീ പറഞ്ഞാൽ മതി. ഞാൻ കാര്യം ചോദിക്കാം, അഹങ്കാരിണി എന്നുള്ള വാക്കില്ലേ? അഹങ്കാരിണി ഇല്ലേ? അഹങ്കാരിണി ഉണ്ട്. ഉണ്ട്. അപ്പൊ പിന്നെ ഇല്ലെന്ന് അങ്ങനെ പറയും. ഞാൻ എന്താ പഠിച്ചതെന്നറിയാമോ? ഞാൻ മലയാളമായിരുന്നു മെയിൻ. ബെസ്റ്റ് ആളുടെ അടുത്താണ് ചോദിച്ചത്. അഹങ്കാരിണി. അഹങ്കാരിണി ഉറപ്പിച്ചിട്ടോ? അഹങ്കാരിണി, അഹങ്കാരി, അഹങ്കാരിണി. ദുൽഖർ സൽമാൻ. ഓക്കെ. ദുൽഖറൊക്കെ ഇനി എന്നാണ് എന്നെ കുറിച്ച് പറയുന്നത് എനിക്കൊരു പിടിയില്ല. അല്ല, അതുകൊണ്ട് കുഴപ്പമില്ല, ചേട്ടൻ പറഞ്ഞു. ദുൽഖർ സൽമാൻ ഒരുപക്ഷെ ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് ഫഹദ് ഫാസിലുമായിട്ടാണ്, ഒരു സ്റ്റാർ എന്നുള്ള നിലയ്ക്ക്. ഫഹദ് ഫാസിൽ അയാൾ ഞാനല്ല മനസ്സിലായി. അതിനുശേഷം ഈ കമ്മട്ടിപ്പാടം ചെയ്യുമ്പോഴാണ് ദുൽഖറായിട്ട് ഒരുമിച്ച് അഭിനയിക്കുന്നത്. അത് ഒരുപാട് സമയം, ഒരു വർഷം വരെയൊക്കെ എടുത്തിട്ടാണ് കമ്മട്ടിപ്പാടം ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ദുൽഖറിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയാന്ന് പറഞ്ഞാൽ ദുൽഖർ ഭയങ്കര സിമ്പിളാണ്. എന്താണ്, ഒരു ഡൗൺ ടു എർത്ത്. രാജീവ് രവി. രാജീവ് രവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജീവേട്ടനെ കുറിച്ച് പറയണമെങ്കിൽ ഒരുപാട് പറയേണ്ടി വരും. അപ്പോൾ സ്റ്റീവ് ലോപ്പസിൽ, അപ്പോൾ ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിക്കുന്ന സമയത്ത്, സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഞാൻ ചെന്ന് ചേരുന്ന സമയത്ത് രാജീവേട്ടൻ പൂനെയിൽ പഠിക്കാൻ കയറി കഴിഞ്ഞു. ഞങ്ങൾ തമ്മിൽ ഒരു ചെറിയൊരു ഒരു വയസ്സിൻ്റെ ഒക്കെ വ്യത്യാസം വരുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ രാജീവേട്ടൻ ഇടയ്ക്കിടയ്ക്ക് പറയാറ്, നീ എന്നെ ചേട്ടാന്ന് വിളിക്കരുത്, അതാണ് നമ്മുടെ ഏജൊക്കെ ഒന്നാണ്. പക്ഷേ എങ്കിലും എന്നെക്കാലം എനിക്ക് തോന്നുന്നു രാജീവേട്ടനെക്കാലം 1-2 വയസ്സിന് മൂത്തലാണ്. പിന്നെ രാജീവേട്ടൻ്റെ സിനിമയോടുള്ള കാഴ്ചപ്പാട്, രാജീവേട്ടൻ്റെ രാഷ്ട്രീയത്തോടുള്ള കാഴ്ചപ്പാട്, ഓരോ സമയത്തുള്ള രാജീവേട്ടൻ്റെ നിലപാടുകൾ, ഇതിലൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള എന്നെ കൂടുതൽ ആകർഷിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് രാജീവ് രവി. പിന്നെ ഇപ്പം ഞാൻ കുറച്ച് ഇത്തിരി